കാരണം അദ്ദേഹം പറഞ്ഞൊരു സാമൂഹിക സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജാവ് നഗ്നനാണെന്ന് പറയണമെങ്കിൽ നിഷ്കളങ്കനായ ഒരു കുട്ടിക്കേ സാധിക്കൂ. അതുപോലെ നിഷ്കളങ്കനായ സുകുമാരൻ നായർ ഈ ഐക്യം കാലഘട്ടത്തിൽ വേണമെന്നുള്ള ചിന്തയും ഭാവനയും ആഗ്രഹവും ഈ സമുദായ അംഗങ്ങളുടെ ഇടയിലുണ്ടെന്നുള്ള ഉൾവിളി മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധമായി അദ്ദേഹം തുറന്നടിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ മോടുകൂടി ഐക്യത്തിൽ ചില ഉപാധികളും നമ്മുടേതായ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിന് മുമ്പോട്ട് പോകാനുള്ള ചില തീരുമാനങ്ങളെടുത്തു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിച്ചറിയിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, തുഷാറിന് സ്ഥലത്തില്ല, യോഗം വൈസ് പ്രസിഡന്റാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, 2-3 ദിവസം വന്ന് കഴിഞ്ഞ് കാണും. ആയിക്കോട്ടെ, ഞങ്ങളെയും അവിടെ കൂടുന്നുണ്ട്, അതിന്റെ കൂടെ അംഗീകാരം കിട്ടിയിട്ട് നമുക്ക് കാണാം എന്നോട് പറഞ്ഞു. സന്തോഷമായി ഞങ്ങൾ പിരിഞ്ഞു. ആ പിരിഞ്ഞ ശേഷമാണ് NSSന്റെ ബോർഡ് കൂടി അതിൽ നിന്നെടുത്ത് ഉരുത്തിരിഞ്ഞ ചില തീരുമാനങ്ങൾ നിങ്ങൾ പത്രത്തിൽ വരാറുണ്ട്. ആ പത്രത്തിൽ വരാൻ കാണുമ്പോൾ അദ്ദേഹം നിഷ്കളങ്കനായ സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായം ആദ്യം പറഞ്ഞുവെങ്കിൽ ഒരു സംഘടനയിൽ ഇരിക്കുമ്പോൾ ആ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ ആ കമ്മിറ്റിയിലുണ്ടായ സംവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എടുക്കുന്ന തീരുമാനം പറയേണ്ട ബാധ്യത അതിന്റെ സെക്രട്ടറിക്കുള്ളതുകൊണ്ട് അദ്ദേഹം അത് ഇപ്പോൾ അറിയിച്ച പത്രദ്വാര മാത്രമാണ്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രീയ ഉദ്ദേശം. എന്ത് രാഷ്ട്രീയ ഉദ്ദേശം? ചിലരെല്ലാം വ്യാഖ്യാനങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പ് വരുന്നതെന്നും മാത്രമല്ല എന്തിനു പറയുന്നു, ചില പത്രങ്ങൾ സത്യങ്ങൾ പറഞ്ഞല്ലോ. പല പത്രങ്ങൾക്കെല്ലാം സത്യം പറയാൻ മടിയാണ്. എന്റെ ചോര കുടിക്കാനാണ് പലർക്കും താല്പര്യം. സത്യം തുറന്നു പറയാനും എഴുതാനും പലരും കാണിക്കാറില്ല. എന്റെ മര്യാദ പത്രധർമ്മം പോലും ചിലർ കാണിക്കാറില്ല. എന്നെ നശിപ്പിക്കാനുള്ള പ്രവണതയ്ക്ക് ആക്കം കൂട്ടാനാണ് ചിലരുടെ ശ്രമം. അതിനുള്ള ചർച്ചയിൽ വന്നപ്പോൾ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്ന് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏത് റിപ്പോർട്ടും ആകട്ടെ, റിപ്പോർട്ട് ഉണ്ടാകാതിരിക്കട്ടെ, അത് തിരിഞ്ഞേക്കുന്നുണ്ട്. ഒരു വിഷമവുമില്ല, പ്രതിഷേധവുമില്ല. നായർ സമുദായം നമ്മുടെ സഹോദര സമുദായം. ആ നായർ സമുദായം, ആ സഹോദര സമുദായത്തെ ഈ ഒരു തീരുമാനം ഉണ്ടായി എന്നതിന്റെ പേരിൽ പ്രിയമുള്ള സഹോദരന്മാരെ, NSS നേതൃത്വത്തെയോ സുകുമാരൻ നായരെയോ ഒരിക്കലും നിങ്ങളാരും തള്ളിപ്പറയരുതേ എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. കാരണം ഇതിനകത്ത് ഈ ചോര കുടിക്കാൻ നടക്കുന്ന ചില കുറുക്കന്മാരുണ്ട്, ചില രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ അടവ് നയമുണ്ട്. നിഷ്കളങ്കനായ സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ആദ്യം വന്നത്. പിന്നെ അദ്ദേഹം തിരുത്തേണ്ടി വന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക്, തീരുമാനങ്ങൾക്കും ബോർഡിന്റെ തീരുമാനങ്ങൾക്കും വിധേയമാണ്. ഇത് മനസ്സിലാക്കാൻ, മാറി ചിന്തിക്കുവാൻ ഉണ്ടായ കാരണം എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പഴിമനെ പോകേണ്ടതില്ല. നമുക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നാളെ തൊട്ട് നായരെ ചീത്ത പറഞ്ഞേക്കണം, അതാണ് നമ്മുടെ യോഗം കൂടി തീരുമാനിക്കണമെന്ന് പറഞ്ഞ് ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിപ്പോയി മാധ്യമങ്ങളെ. ഒരിക്കലും നായർ സഹോദരന്മാര് ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളായ ഞങ്ങളുടെ എല്ലാം ചോര ഒന്നാണ്. ഞങ്ങളുടെ വിശ്വാസം ഒന്നാണ്, ആചാരം ഒന്നാണ്, അനുഷ്ഠാനം ഒന്നാണ്. അതുകൊണ്ട് ഇത്തവണത്തെ ഐക്യത്തിന്റെ പേരിൽ എന്തുണ്ടായാലും ഇന്നല്ലെങ്കിൽ എല്ലാം നാളെ സംഭവിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ക്ഷമയോടുകൂടി കാണാനും കേൾക്കാനുള്ള സന്മനസ് കാണിച്ച നിങ്ങൾക്കെല്ലാം നന്ദി പറയുന്നതോടൊപ്പം ഈ വിഭാഗീയത ലോക അവസാനം വരെ നിൽക്കുന്ന ഒരു വിഭാഗീയതല്ല. മിസ്റ്റർ സുകുമാരൻ നായർ അദ്ദേഹം കാണിച്ച വിശാല മനസ്സിലാണ്. എനിക്ക് ഇരട്ടി ശങ്കും തന്റെ ഇടവും നൽകി അദ്ദേഹം. തിണ്ണ നിരങ്ങി നടന്നില്ലേ, ഒരു നേതാവിന്റെ മുമ്പിൽ പോകല എന്ന് പറഞ്ഞവന് തിണ്ണ നിരങ്ങി താൻ ഇവിടെ നടന്നില്ലേ എന്ന് പറഞ്ഞില്ലേ.
മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിപ്പോയോണ്ട് എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെന്നെ വേട്ടയാടിയപ്പോൾ നമുക്ക് കരുത്തായി താങ്ങായി തണലായി നിന്ന് സുകുമാരൻ നായർ മാത്രം. സമയം നിൽക്കണ്ടേ? അത് അദ്ദേഹം മനസ്സിൽ തട്ടിപ്പറഞ്ഞതാണ്. ആ സമുദായത്തിന് വികാരം, മറ്റു വന്നുള്ള വികാരം രാഷ്ട്രീയം. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ എനിക്ക് നൽകിയ സ്വീകരണം, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഇത്തരം ആളുകളും ഒരിക്കലും ഞാൻ വിചാരിക്കില്ല. കാരണം ഒരു ഔപചാരികമായ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് മാത്രം ഇവിടെ കൂടിയപ്പോൾ കേരളത്തിൽ നല്ല ജാനകാഭാഗത്ത് ദുബായിൽ നിന്ന് വരെ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് ഞാനത് സംബന്ധിച്ചിരിക്കുമ്പോൾ തന്നെ ദുബായിൽ നിന്ന് വിളിച്ചത് ലുലുവാണ്. അദ്ദേഹം പോലെ എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയായിരുന്നു. അപ്പോ നമ്മളെല്ലാം ഒരു മുസ്ലിം വിരോധികളാക്കി എടുത്തു നിർത്തിക്കൊണ്ട് ചിലർക്കെല്ലാം രാഷ്ട്രത്തെയും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇന്ന് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചിന്തകളും ഭാവനകളും പ്രവൃത്തികളും നിങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകണമെന്ന അപേക്ഷയോടുകൂടി നിങ്ങൾ നൽകിയ ഉത്സവമായ സ്നേഹനിർഭമായ ഹൃദയത്തിൽ നൽകിയ സ്വീകരണങ്ങൾക്കെല്ലാം ഔപചാരിക പേരിൽ ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഗുരുദേവൻ എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.